Maldives, but it's too hot. So when coming, wear something that is good for hotness. Very, very hot. I sweat. Look at this. Look at. ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾക്ക് നല്ല സുഖമാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഇതാ നിങ്ങൾ കാണുന്ന പോലെ ഞങ്ങൾ ഉള്ളതിപ്പോൾ മാൽദീവ്സിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വ്ളോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നെജു എനിക്ക് തന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിക്ക് വെളുപ്പിന് 6 മണിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായത്. പക്ഷേങ്കിൽ അന്ന് കുറച്ച് സമയം മുന്നെയാണ് കേട്ടോ ഞാനിത് മാൽദീവ്സിലേക്കാണ് പോകുന്നതെന്ന് പോലും അറിയുന്നത്. ശരിക്കും എന്താ പറയൽ സർപ്രൈസ്ഡ് ആയിപ്പോയി, ശരിക്കും ഷോക്കായിപ്പോയി. കാരണം എൻ്റെ ഡ്രീം പ്ലേസാണത്. അപ്പോൾ പെട്ടെന്ന് കേട്ടിട്ടാകുമ്പോൾ അടുത്തേക്ക് അങ്ങനെ ആയിപ്പോയിട്ടാ. കാരണം ഒരു പ്രിപ്പയറോ അല്ല ഒരു ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല. ചടപട പറഞ്ഞിട്ട് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തിയതാണ്. അതിൻ്റെ ഒരു ദിവസം മുന്നേ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പോയി. ഒരു ദിവസമല്ല, അന്ന് തന്നെ ജസ്റ്റ് രാവിലെ ഒന്ന് ഷോപ്പിങ്ങിന് പോയി. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ ബീച്ച് സൈഡ് അങ്ങനെ നോക്കിയിട്ട് പോവാന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിൻഡ് തന്നതാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനം അങ്ങനെ മാത്രം വാങ്ങിച്ചതാണ് കേട്ടോ. വേറെ ഒന്നും എന്താ പറയുക ഒരു പ്രിപ്പയറോ കാര്യങ്ങളോ ഒന്നുമല്ല. ശരിക്കും നമ്മൾ ഷോക്കായിപ്പോയി, ശരിക്കും ഇതായിപ്പോയി. പിന്നെ അന്ന് നമ്മൾ ഒരു ദിവസം നമ്മൾ മാൽദീവ്സ് ടൗണിലുണ്ടായിട്ടാണ്. ടൗൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ നമ്മൾ കേരള അങ്ങനത്തെ എല്ലാം പോലെ തന്നെയാണ്. അധികം സ്കൂട്ടിയാണ് കേട്ടോ. ഇൻഷാ അല്ലാ കുറച്ച് വീഡിയോസ് എല്ലാം ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ആക്കാം. പിന്നെ ഞങ്ങൾ ടൗണിൽ നിന്ന് നേരെ എയർപോർട്ടിൽ വന്ന് അവിടെ നിന്ന് ബസ്സിൽ നമ്മൾ ലോഞ്ചിൽ കയറിയിട്ടാണ്. എയർവേസ് വഴി വേണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോകാൻ. കാരണം നമ്മൾ റാഡിസൺ ബ്ലൂയിലേക്കാണ് പോകുന്നുള്ളത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ നടുക്കാന്ന് കേട്ടോ. അപ്പം ആ വഴി വേണം പോകാൻ വേണ്ടിയിട്ട്. ഹലോ, അപ്പോൾ കുളിച്ചാ If you come to this restaurant, get this. അപ്പം ലോഞ്ചിൽ നിന്ന് നെജു കുളിച്ച് നല്ല ഫ്രഷായി. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, ക്ലൈമറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ്. അപ്പം വെള്ളത്തിൽ വീഴാൻ തന്നെ തോന്നാന്ന് കേട്ടോ, അത്രയ്ക്ക് ചൂടാണ് ഉണ്ടായത്. അപ്പം നെജു അവിടെ എത്തിയപ്പോൾ അവിടെ ഒന്ന് ഫ്രഷായി. പിന്നെ നമ്മൾ ചെറുമാതിരി അവിടെ നിന്ന് ഫുഡ് ഓൾറെഡി നമ്മൾ വരുമ്പോൾ കഴിച്ചിട്ടുണ്ടായി. നമ്മൾ മാൽദീവ്സിലത്തെ ഒരു ഹോട്ടലിൽ പോയിട്ട് ആകുമ്പോഴത്തേക്ക് ബഫറ്റ് പോലെയാണ് കേട്ടോ ഉണ്ടായത്. അപ്പം അതിൽ മാൽദീവ്സിൻ്റെ സ്പെഷ്യലും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടായി. അപ്പം അവിടെ കുറച്ച് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. അപ്പം എടുത്തിട്ടാകുമ്പോൾ ലോഞ്ചിൽ ഭയങ്കര ഭക്ഷണമല്ല, മക്കൾക്കെല്ലാം ഇഷ്ടപ്പെട്ട അങ്ങനെ ഭക്ഷണമാണ് ഉണ്ടായത്. ചെറിയ മിനി ബർഗർ, പിന്നെ ബിസ്ക്കറ്റ്സ്, ക്രോഷൻ അങ്ങനെയെല്ലാം ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതിൽ ചെറുങ്ങനെ കഴിച്ച് പിന്നെ നമ്മൾ പുറത്തിറങ്ങി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഡ്രീംസ് കം ട്രൂ എന്ന്, അതാണ് കേട്ടോ ആ ഒരു ഏരിയയെല്ലാം കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. അടിപൊളിയാണ്. നമ്മൾ ഫിലിമിലെല്ലാം കണ്ടിനി, പക്ഷേങ്കിൽ ഡയറക്റ്റ് കണ്ണോട് കാണുമ്പോൾ എന്നിട്ട് അതെല്ലാം ഒരു രസം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിൽ കയറുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ക്ലാസ് കാണിച്ചു തരും. മീൻസ് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഹെയർ ഹോസ്റ്റേഴ്സ് എല്ലാം കാണിച്ചു തരുന്നില്ല, അതുപോലെ നമുക്ക് സ്ക്രീനിൽ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടാകുമ്പോൾ എന്താണ് ഏതാന്ന് അങ്ങനെ എല്ലാം നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുത്തുന്നുണ്ട് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാന്ന് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം അടുത്തുനിന്ന് കാണുമ്പോൾ വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്തിട്ട് തന്നെ പോകണം, എയർവേസ് എടുത്തിട്ട് തന്നെ പോകണം കേട്ടോ. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ നോക്കിയിന് ബോട്ട് വഴി കടൽ വഴി പോകാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഡോൾഫിനെല്ലാം കണ്ട് അങ്ങനെ പോകുമ്പോൾ ഒരു രസം തന്നെയല്ലേ. പക്ഷേങ്കിൽ ഇത് ഭയങ്കര ലോങ്ങാണ്. അതിനെക്കൊണ്ട് അങ്ങോട്ടേക്ക് ആ ഒരു സർവീസ് ഇപ്പോൾ അവൈലബിൾ അല്ല. അതിനെക്കൊണ്ട് പിന്നെ നമ്മൾ ഇതന്നെ എടുക്കേണ്ട വന്നിട്ടാണ്. പക്ഷേങ്കിൽ അടുത്ത് കാണും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര രസമാണ്.
പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് മാത്രം കേട്ടോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലൂ. ക്ലൈമറ്റ് പറഞ്ഞെങ്കിൽ നല്ല ചൂടാന്ന്. അപ്പോൾ ഈ കുഞ്ഞിനെല്ലാം തട്ടിയിട്ട് പോകുന്ന സമയത്ത് ചൂടും അങ്ങനെയെല്ലാം ആയിട്ടാകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് എനിക്ക് ഫീലായിട്ടാ. എന്താ പറയല്, ചെറിയ ആളെയും കൊണ്ട് പോകുന്നതല്ലേ, അപ്പോൾ അതിനെ കൊണ്ട് ബാക്കിയെല്ലാം ഭയങ്കര അടിപൊളിയാന്ന്. വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളും ഇതെല്ലാം കാണുമ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ ഇതാ നമ്മൾ അതിൻ്റെ അടുത്തെത്തി. പിന്നെ അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങൾ ചെക്കിങ് കാര്യങ്ങളെല്ലാം എന്നിട്ടാ. അപ്പോൾ ഇത് കയറാൻ മുമ്പ് ചെറിയൊരു പേടിയെല്ലാം ഉണ്ടായിട്ടാ മനസ്സിൽ. ഫ്ലൈറ്റെല്ലാം കാണുമ്പോൾ ആദ്യമായിട്ടല്ലേ കയറുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് ആ ഒരു എന്താ പറയല് ഇതെല്ലാം ഉണ്ടായിന്. പക്ഷേങ്കിൽ ഭയങ്കര രസമുണ്ട് കുഞ്ഞ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇരിക്കുമ്പോൾ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പം നമുക്ക് ആൾ ഇതെല്ലാം പറഞ്ഞു തന്ന് ഇങ്ങനെയാണ്, ഇത്ര മണിക്ക് നമ്മൾ എത്തും, ഇത്രയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്ന് എത്താം. അപ്പോൾ അതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പോൾ ഫ്ലൈറ്റ് കുറേ നേരം വെള്ളത്തിൽ മൂവ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് ഇത് പൊങ്ങിയിട്ടാണ്. ഭയങ്കര രസമാണ്. പൊങ്ങിയിട്ട് മേലെ നമ്മൾ ശരിക്കും കടലിൻ്റെ നടുക്ക് ആ ഒരു ഭാഗമെല്ലാം എത്തുമ്പോൾ ഉണ്ടല്ലേ, ചെറിയ ഡോൾഫിൻസ്, ചെറുതല്ല ഡോൾഫിൻസ്, അതെല്ലാം ഇങ്ങനെ നമുക്കിങ്ങനെ ജമ്പാക്കുന്ന കാണുന്നുണ്ട് കേട്ടോ. കുഞ്ഞായിട്ട് കാണുന്നുണ്ട്, ബബിൾ പോലെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുന്ന പോലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നില്ലേ ഗോഡ് മിറേക്കിൾസ് എന്നെല്ലാം പറയുന്നില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ. നമ്മളെ കണ്ണിൽ കാണുമ്പോൾ അല്ലാ ഇതാ അങ്ങനത്തെ ഒരു ഫീല് വരുന്നു. ഇങ്ങനെ അതിങ്ങനെ ജമ്പാക്കുന്നത് നമുക്ക് ഇങ്ങനെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ദൂരത്തുമ്പോൾ നടുക്കടലിൽ ഇത് നിർത്തിയിട്ടാണ്. അതായത് നമ്മളൊക്കെ ഉള്ള വേറൊരു എന്താ പറയുക ഹോട്ടലിലേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ അത് ബോട്ട് വഴി വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടുക്കടലിൽ നിർത്തിയിട്ട് അവർ ആ ഒരു ബോട്ടിലേക്ക് കയറിയിട്ട് അവർ പോവാന്ന് കേട്ടോ. ശരിക്കും ഭയങ്കര ഷോക്കായിപ്പോയി നടുക്കടലിൽ പോയിട്ട് ഇതെല്ലാം നിർത്തുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ സംവിധാനം കാര്യങ്ങളെല്ലാം ആടെയും ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു മരം പോലത്തെ അതെല്ലാം വെച്ചിട്ട് ആ ഒരു സെറ്റപ്പ് ആടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് കാണുമ്പോൾ ശരിക്കും ചെറിയൊരു പേടിയെല്ലാം മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷേങ്കിൽ ലൈഫിൽ ഇതെല്ലാം എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പിന്നെ ഈ കെട്ട് ഇതെല്ലാം അയക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അയാൾ ഇനി വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അവരെ കയറിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടുണ്ടായിട്ടാ. പിന്നെ ഇതായി. പിന്നെ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടാ. പിന്നെ അത് കഴിഞ്ഞ് അവരെ കീച്ച് പിന്നെ നമ്മൾ അവിടെ വന്ന് പിന്നെ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിലെത്തി. അവിടെ എത്തിയിട്ടാകുമ്പോൾ അവർ വെൽക്കം കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടാ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നടുക്കടലിലാണ് കേട്ടോ ഇപ്പം നമ്മൾ ഉള്ളത്. അപ്പം ഇതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പാണ്. നമ്മൾ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നിന്ന് കാണുന്ന ഷേപ്പ് ഹാർട്ട് ഷേപ്പാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാകുമ്പം നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്ന് പിന്നെ അവർ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇങ്ങനെയുണ്ട്, ഇങ്ങനെയാണ്, അതെല്ലാം നമുക്ക് പറഞ്ഞു തന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ എത്തിയിട്ടാകുമ്പം മൻഹ പെട്ടെന്ന് അവരായിട്ട് ഫ്രണ്ടായി. അവർ മിഠായി കാര്യങ്ങളെല്ലാം കൊടുത്ത് ഓള് പിന്നെ മാഷാള്ള എവിടെ പോയെങ്കിലും ചങ്ങായി മാറിയാക്കാൻ ഭയങ്കര ഉഷാറാണ്. ഓള് പെട്ടെന്ന് എല്ലാവരായിട്ട് പെട്ടെന്ന് മിങ്കിളാവും, പെട്ടെന്ന് അണങ്ങും. അപ്പോൾ ഓൾക്ക് മുട്ടായെല്ലാം കിട്ടി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് അവർ കൊണ്ടുവന്നിട്ടാ നമ്മളെ റൂമിൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്ന്. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ഓരോരോ സ്ഥലവും ഏതാണെന്നെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. Two restaurants and one bar.
the right side. This is Raha, the main restaurant. Okay. So here you can get breakfast. Breakfast will be here. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായത് റെസ്റ്റോറൻ്റാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ഡിന്നർ എല്ലാം കഴിക്കുന്ന ആ ഒരു ഏരിയ ആണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് കളിക്കേണ്ടത്, പിന്നെ നമുക്ക് സ്വിമ്മിങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഒരു കളിക്കുന്ന ഏരിയ, അത് നമുക്ക് നെയ്ഹാന വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ വരെ അവിടെ ആക്കിയിട്ട് നമുക്ക് പോവട്ടാ അങ്ങനത്തെ ഏരിയ. പിന്നെ നമുക്ക് എന്താ പറയല് ഇതിൻ്റെ മാനേജേഴ്സിനെ അങ്ങനെയെല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ എന്നിട്ടാ ഇത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഷോപ്പുണ്ട്. ഇപ്പം നമുക്ക് ബീച്ചിലേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രസ്സെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പിലുള്ള ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. ഡോളറാണ് കേട്ടോ. പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ റുപ്പീസ് അല്ല, ഡോളറാണ്. അവിടെ എത്തിയിട്ടാകുമ്പം കൺവേർട്ടാക്കുന്നത് ഡോളറിലാണ്. ഏത് സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിലും എന്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഡോളറാണ്. പിന്നെ അതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. ഹോസ്പിറ്റലുണ്ട്, കാരണം നടുക്കടലിലല്ലേ ഈ ഒരു റിസോർട്ടുള്ളത്. അപ്പോൾ നമുക്ക് എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഡോക്ടറുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇതുണ്ട്, എന്താ പറയല്, അവർ ട്രീറ്റ്മെൻറ്റ് തരും, ടാബ്ലറ്റ്സ് തരും, എല്ലാം തരും. 24 hours അവൈലബിളാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല കിഡ്സ് ക്ലബ്ബ് അതാണ്. ചെറിയ നെയ്ഹാനെല്ലാം അടാക്കിയിട്ട് പോട്ടാ. ഒരു ദിവസം നെയ്ഹാൻ അടാക്കിയിട്ടുണ്ടായി ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. മാഷാഅല്ലാഹ് ഓറ് നല്ലോണം നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡൈപ്പറും പാലും എന്താ കൊടുക്കുന്നുള്ള അത് കൊടുത്തിട്ട് അടാക്കിയാൽ മതി. അവർ നല്ലോണം എന്താ പറയുക കളിപ്പിച്ചും ഇതാക്കിയിട്ടെല്ലാം ഇതാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമുക്കെല്ലാ ഇതും കാണിച്ചെന്ന് ഓരോരോ ഏരിയയും ഓർ നമ്മളെ അതിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നിട്ടാ. ലാസ്റ്റ് ഇതാ നമ്മളെ റൂമിലേക്ക് എത്തി. ഇതാന്ന് നമ്മളെ റൂം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇതാ നമ്മൾ റൂമിലെത്തി. നല്ല ടയേർഡാണ് കേട്ടോ. പെട്ടെന്നുള്ള ട്രാവലിങ്ങും എന്താ പറയുക കുഞ്ഞിനെ കൊണ്ടുള്ള ആ ചൂടിലുള്ള ഇതെന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായി. പിന്നെ ഇതാണ് കേട്ടോ ഡ്രസ്സിങ് റൂം. ഇതിൻ്റെ ഉള്ളിൽ ലൈഫ് ജാക്കറ്റ്, കോട, പിന്നെ അതുപോലെ ടോർച്ച്, രാത്രി എന്തെങ്കിലും സൗണ്ടെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് നടുക്കടലല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാ സംവിധാനം അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ വാഷ്റൂം. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് വാഷ്റൂമിൽ നിന്ന് പുറത്തിലേക്ക് കടലാന്ന് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിച്ചുകൊണ്ട് കടലെല്ലാം നോക്കി കുളിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ. ഭയങ്കര രസമാണ്. കുറച്ച് ചെറുത്ത് ലൈവൊക്കെ. It will be too big for me. Mama, look at my feet. Look at my feet swimming. No diving. Mama, yes diving. Mama, നെയ്ഹാൻ്റെ ഡ്രസ്സ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഡേഞ്ചർ വെള്ളത്തിൽ കടലിലേക്കാണ്. Papa, after 5 minutes can we go inside the pool? Papa, after 5 minutes. How is it? How is it? അയാളെ തുള്ളു നോക്കിയേ. നെയ്ഹാന്റെ ബെഡ് പപ്പാന്റെ മമ്മാന്റെ മൈഷാന്റെത് മന്നാന്റെ പപ്പ കാണിച്ചാ പപ്പാന്റെ മമ്മാന്റെത് മൈഷാന്റെത് മൻഹാന്റെത് നെയ്ഹാന്റെ. Then we are going to have this. We are going to have this. Okay, so here we are. And ഇത് പപ്പനെ തുള്ളോ. ഓസി അത് മറ്റേ ചാലെടുക്കാൻ എന്താ നീ ഡ്രസ് മാറ്റുന്നു. Please come in. Good evening. Hi. Good evening. Oi. Thank you.
They are not here actually. They are outside. They don't know what is actually coming. Yeah, that's fine. Thank They might be surprised. you. Yeah. That's what the bar. Yep. Bar. Every terrain gases. They go. Oh, that's cool. Mashallah. Yeah. Champagne and water glass. അപ്പോൾ പോയപ്പം തൊട്ട് ഞങ്ങൾ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഉണ്ടായത്. നല്ല ചൂടത്ത് എന്താ പറയല്ലേ, അപ്പോൾ ഉള്ളിൽ നല്ല രസമുണ്ടായി. അങ്ങനെ കുറേ സമയം നമ്മൾ അതിലേക്ക് ഉണ്ടായി. അതിൻ്റെ ഇടയിൽ ഓറ് വന്നിട്ട് അതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി തന്നിട്ടാ. ഇതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. ഓറ് വന്നിട്ട് സെറ്റപ്പെല്ലാം ആക്കുന്ന സമയത്താണ് കേട്ടോ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായത്. എന്തായാലും എനിക്ക് നല്ലോണം എന്താ പറയല ഒരു സർപ്രൈസ് ആയിപ്പോയി. പിന്നെ മക്കളെല്ലാം വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കേക്ക് കട്ടാക്കി. പിന്നെ ഈ ട്രാവലിങ്ങും ചൂടും എല്ലാം കാരണം നല്ലോണം വിശക്കൊന്നും ഉണ്ടായിട്ടാ, നല്ലോണം പൈക്കുന്നുണ്ടായി. അപ്പം കേക്കെല്ലാം കട്ടാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച്. അപ്പം അതിന് മുന്നായിട്ട് ഞങ്ങൾ ഒന്ന് കേക്ക് കട്ട് ചെയ്ത് Happy anniversary, Papa, Mama. Happy anniversary, Papa, Mama. Happy anniversary, happy anniversary, happy anniversary, Papa, Mama. Happy birthday to me. It's not your birthday. First Your baby. birthday is No. over. Second baby. Ayo, Neha. Third baby. അല്ലല്ല വന്നിട്ട് കഴിക്കാന്ന് ഇപ്പൊ കഴിക്കുന്ന കഴിച്ചോ. അപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കേട്ടോ. നല്ലോണം പൈക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു ബഗ്ഗിനെ വിളിച്ചിട്ടുണ്ടായി പുറത്തേക്ക് മുന്നേ ഒന്ന് കണ്ടിട്ടാ. പക്ഷേ അതിൽ ആളുണ്ടായി. കപ്പിൾസ് ആണെങ്കിൽ പ്രശ്നമില്ല, നമ്മൾ പിന്നെ മക്കളെല്ലാം ഉണ്ടായതുകൊണ്ട് അതിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബഗ്ഗിക്ക് തന്നെ അങ്ങ് വെയിറ്റ് ആക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബഗ്ഗി വന്ന് ഞങ്ങൾ ഇതാ പോകുന്നുണ്ട്. നല്ല ക്ലൈമറ്റിലാണെങ്കിൽ ഇതെല്ലാം നടന്നിട്ട് പോകാൻ ഭയങ്കര സുഖമാണ്. പക്ഷേ നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യത്തിന് നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓര് പറഞ്ഞ് നിങ്ങൾക്ക് ആടെ പോയിട്ടുണ്ടെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ട്, അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തന്നെ ഇരിക്കും, ഒന്നോ രണ്ടോ ഇങ്ങനെ ഉണ്ടാവും. കാരണം കടലിൻ്റെ ഈ അറ്റത്ത് ആയിട്ടുണ്ടല്ലേ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ ഇങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ച്. അപ്പോൾ പോകുമ്പോൾ തന്നെ അത് കണ്ടിട്ടാണ് ആദ്യം 2 ഷാർക്ക് ബേബീസ് കണ്ടിട്ട് അവന് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായത്. ഇതുപോലെ ഒന്നോ രണ്ടോ ഇങ്ങനെ ഇലയെല്ലാം പാഞ്ഞ് കളിക്കുന്നുണ്ടാവുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇത് കണ്ടിട്ടാകുമ്പോൾ കുറേ സമയം നമ്മൾ അവിടെ അത് നോക്കിയിട്ട് നിന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ ആദ്യം കുറേ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ചെറുത് ബേബീനെ കണ്ടുകൊണ്ടുണ്ടായിട്ടാ. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വലുത് വരാൻ തുടങ്ങി. വലിയ ഷാർക്ക് വരാൻ തുടങ്ങി. ഈ കാണുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടാകുമ്പോൾ ഫുള്ള് ഷാർക്കാന്ന്. അത്രയും ഉണ്ട് കേട്ടോ ആടെ. ശരിക്കും ഞങ്ങൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. പിന്നെ ആടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമക്കളെയും കൊണ്ടെല്ലാം ഭയങ്കര പേടിയാന്ന് കേട്ടോ പോവാൻ. ആടെ എന്താ പറയുക ഒരു ഗ്ലാസ്സോ ഒരു ഇതോ ഒന്നുമില്ല, ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ജസ്റ്റ് കാല് തെന്നിയിട്ടുണ്ടെങ്കിൽ നേരെ ആ വെള്ളത്തിലായിരിക്കും പോയില്. മക്കളെല്ലാം നോക്കുമ്പോൾ എനിക്ക് നല്ലോണം പേടിയുണ്ടായി. ഞാൻ ലോങ് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിട്ടാ ഓരോരുത്ത്. ഒന്നും ആക്കൂലെന്ന് ഓറ് പറയുന്നു. രാവിലെ കുറേ ആൾ അതിൽ സ്വിമ്മാക്കുന്നെല്ലാം കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ നമുക്ക് ഷാർക്കല്ലേ കാണുമ്പോൾ നല്ല പേടിയുണ്ട്. കാരണം ഓരോന്നോരോന്നെല്ലാം നല്ല വലിപ്പമുണ്ട് കേട്ടോ. എന്താ പറയുക അമ്മയും കുഞ്ഞും ഫാമിലീനെ പോലെ അത്രയും ഉണ്ട് അവിടെ. ഭയങ്കര
ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ അതെല്ലാം കണ്ട് ഫുഡെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തിട്ടാകുമ്പോൾ നെയ്ഹാക്ക് ഫ്രണ്ട്സിനെല്ലാം കിട്ടാൻ തുടങ്ങി. പിന്നെ ആദ്യം നമ്മൾ വിചാരിച്ച് പുറത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷേങ്കിൽ നല്ല ചൂടുണ്ടായി, നല്ല ഇതുണ്ടായി. പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതുണ്ടാവും. അപ്പോൾ കുഞ്ഞുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ടയേർഡാണ് ട്രാവലെല്ലാം ആയിട്ട്. പിന്നെ ഉള്ളിൽ ഇരിക്കാമെന്ന് അങ്ങനെ ഇതായിട്ടാണ് അങ്ങനെ ഉള്ളിൽ ഇരുന്ന് പിന്നെ അടുത്ത ആൾക്കാരായിട്ട് നെജുമായിട്ട് പെട്ടെന്ന് കമ്പനി ആയിട്ടാണ്. നെജു പിന്നെ പെട്ടെന്ന് മാഷാല്ലാ എല്ലായിടത്തും നല്ല കമ്പനിയാവും. അപ്പോൾ ഒരു നല്ല 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 ബിഹേവിയറാണ്. നമ്മളെല്ലാം അത്രയും ഒരു വെൽക്കാക്കി. പിന്നെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഒരു നമുക്ക് എന്താ പറയല് നല്ലോണം വിഷാക്കി. നല്ല 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 ആൾക്കാരാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൽദീവ്സിൽ. പിന്നെ ഇതാ ഓരോരോ ഏരിയ ഉണ്ട്. പിന്നെ അടുത്ത സ്പെഷ്യൽ അറിയാലോ കടലാവുമ്പോൾ മീനാണ്. പിന്നെ സൂപ്പ് ഓൾറെഡി ഏകദേശം എല്ലാ റെസ്റ്റോറൻറ്റിലും ഉണ്ടാക്കിയിട്ട് വെക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിക്കലാണ് കേട്ടോ. നമുക്ക് വേണ്ടത് അവരപ്പന്നെ ഉണ്ടാക്കി തരും. പിന്നെ മീനിനെ കൊണ്ടുള്ള ഏറും കളി പറയുക എല്ലാ സ്പെഷ്യലും ഉണ്ട്. കറിയായിട്ടുണ്ട്, പിന്നെ പൂങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയിലാക്കിയതുണ്ട്. നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉണ്ട്. പിന്നെ നമുക്ക് ചൂടോടെ വേണമെന്നുണ്ടെങ്കിൽ അവർ ഉണ്ടാക്കിയിട്ട് തന്നെ തരുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ്റെതാണെങ്കിലും ഇതാണെങ്കിലും അങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് നമുക്ക് ഓൺ ദ സ്പോട്ട് അവർ അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടും തരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാ സ്പെഷ്യലും ഉണ്ട്. പിന്നെ മാൽദീവ്സ് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഓരോ സ്പെഷ്യൽ ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. നമ്മൾ ബിരിയാണിയെല്ലാം എടുക്കുമ്പോൾ നല്ല മധുരമാണ്. അപ്പോൾ നമ്മളെ ടേസ്റ്റ് ആ ഒരു ബിരിയാണി വേറെ തന്നെ ഒരു ഡിഫറെൻ്റാണ്. അപ്പം നമ്മൾ അവിടുന്ന് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ബിരിയാണി മതിർക്കുന്നത്, കറി മതിർക്കുന്നത്. അപ്പോൾ ഓരോത് സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഏത് ഫുഡും ഉണ്ടാക്കുമ്പം അതിൽ തേങ്ങ യൂസാക്കും. അത് അവരൊരു സ്പെഷ്യലാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമില്ല ആടെ ഇഷ്ടം കാണൊക്കെ തേങ്ങ ഉണ്ടെന്ന്. അപ്പോൾ അവരെ സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബിരിയാണി ആയാലും അവരെ ഫുഡായാലും അവരെ സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതാണ്. ചിലയാൾക്ക് ആ ടേസ്റ്റ് പിടിക്കൂട്ടാ, ചിലയാൾക്ക് ആ ടേസ്റ്റ് അത്ര ഇഷ്ടമാവണം എന്നില്ല. അപ്പോൾ അതന്നെ ഇന്നത്തെ നമ്മളൊരു ദിവസം ഇതാ ഇങ്ങനെ പോയി. ഭയങ്കര രസമാണ് മാഷാല്ലാ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നെജുവിന് അടുത്ത മാനേജറിനെ കാണുന്നെന്ന് പറഞ്ഞെന്തോ സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടാകുമ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അവിടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന്. അങ്ങനെ അങ്ങോട്ട് കയറി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇൻഷാല്ലാ ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നല്ല വ്ളോഗ്സായിട്ടും വീഡിയോസായിട്ടും റെസിപ്പി ആയിട്ടും നമുക്ക് വീണ്ടും കാണാത്തവർക്കും ബൈ.